അമേരിക്കയെ വെല്ലുവിളിച്ച് UAE ഇറാന് 2 ടൺ സ്വർണവും 15 യാത്രാ വിമാനങ്ങളും കൈമാറിയിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. നിലവിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സ്വാധീനം കുറയുന്നു എന്നും അമേരിക്ക ഈ മേഖലയിൽ വല്ലാത്ത രീതിയിൽ സജീവമായിട്ട് ഇടപെടുന്നത് കൊണ്ട് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണ് അറേബ്യൻ രാജ്യങ്ങൾക്ക് മുഴുവനും ഉള്ളത് എന്നതിനാൽ അവരെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയും പ്രശ്നങ്ങൾ എവിടെയാണോ ആ പ്രശ്നത്തിന് പരിഹാരം നേരിട്ടാവാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 600-ലധികം തവണയാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും തീത്തുപ്പിയത്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായി എന്ന് മാത്രമല്ല, മറ്റ് ലോക രാജ്യങ്ങൾ പണം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് വർദ്ധിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് UAE. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മേഖല ഒന്നായിട്ടാണ് UAEയിലെ ദുബായ് അറിയപ്പെടുന്നത്. ഈ മേഖലയിലേക്ക് പണം ഇപ്പോൾ കുത്തനെ കുറഞ്ഞിരിക്കുന്നു. ഈ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആദ്യം ഉണ്ടായിരിക്കുന്നു മറ്റ് ലോക രാജ്യങ്ങൾക്ക്. അത് ഒഴിവാക്കണമെങ്കിൽ ഇറാനുമായിട്ട് സഹകരിക്കുക എന്നല്ലാതെ അമേരിക്കയുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളതും പതിറ്റാണ്ടുകളായി UAE രാജ്യത്തെ ബാങ്കിൽ ഇറാൻ്റേതായി നിക്ഷേപമുള്ള അല്ലെങ്കിൽ തടഞ്ഞു വച്ചിരിക്കുന്ന പണങ്ങൾ അത്ര തന്നെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അത് ഏറെക്കുറെ തിരിച്ച് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അമേരിക്കയും ഇറാനും അംഗക്കുറി നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വേറിട്ട് ചിന്തിക്കുകയാണ് എന്നുള്ളതാണ്. ശതകോടികളുടെ സാമ്പത്തിക നിക്ഷേപം, കോടികൾ വിലമതിക്കുന്ന വിദേശ കറൻസികളും UAE നിശബ്ദമായി വിട്ടുകൊടുത്തു എന്ന റിപ്പോർട്ടും ഏകദേശം $283 ദശലക്ഷം വിലമതിക്കുന്ന 2 ടണ്ണോളം സ്വർണവും 15 വ്യാവസായിക യുദ്ധവിമാനങ്ങളും തെഹ്റാനിലെത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. തങ്ങളുടെ രാജ്യത്തിൻ്റെ സുപ്രധാനമായിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സിന് നേരെ ഇറാൻ നടത്തുന്ന നിരന്തരമായിരിക്കുന്ന ആക്രമണത്തിൽ തങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ട്. രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി അമേരിക്ക തങ്ങളതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. തങ്ങളതാണ് അതിൻ്റെ ആൾക്കാർ, തങ്ങൾ മറ്റൊരു നിങ്ങളെ സുരക്ഷ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നൊക്കെ നിരന്തരം ഇങ്ങനെ ഡയലോഗ് പറയുക എന്നല്ലാതെ ഇറാൻ്റെ മിസൈൽ ഈ രാജ്യത്തേക്ക് വരുന്ന സമയത്ത് അത് അനുഭവിക്കേണ്ട ഒരു സ്ഥിതി മാത്രമാണ് നിലവിൽ അറേബ്യൻ രാജ്യങ്ങൾക്കുള്ളത് എന്നും ഈ റിപ്പോർട്ടിൽ. സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് മാസം 11-ാം തീയതിയും 12-ാം തീയതിയുമാണ്. ഇറാനിലെ മെഹ്റാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും പാകിസ്ഥാനിലെ കയാം വിമാനത്താവളത്തിലും UAEയുടെ വിമാനങ്ങൾ എത്തുകയും ഈ സാമ്പത്തിക സ്വർണ്ണ കൈമാറ്റം നടത്തുകയും ചെയ്തു. ഇവിടെ വെച്ച് നടത്തിയിരിക്കുന്ന കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക റിപ്പോർട്ടുകളും ചില യൂട്യൂബ് ചാനലുകളും അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഔദ്യോഗികപരമായ രീതിയിൽ ഇറാൻ ഇതിന് പ്രതികരിച്ചിട്ടില്ല. സംഭവം നടന്നിട്ടുണ്ട് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. $3 ബില്യൺ മരവിപ്പിച്ച നിക്ഷേപം UAE ഓഗസ്റ്റ് 8-ാം തീയതി ഇറാന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് അന്ന് തന്നെ വലിയ രീതിയിലുള്ള വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയുടെ അടിസ്ഥാനങ്ങൾ തേടി പോകുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്നത് എന്നുകൂടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇറാൻ നിരന്തരം ആക്രമിക്കുന്ന സമയത്ത് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ ബിസിനസ് മേഖലയും താറുമാറാകുന്നു, തകർന്നു വീഴുന്നു. അതുകൊണ്ട് ഓരോരോ നിമിഷത്തിലും സാമ്പത്തിക നഷ്ടമാണ് UAEക്ക് ഉണ്ടാകുന്നത്. മറ്റ് രാജ്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അതിനാൽ ഇതിനൊരു രമ്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ അമേരിക്കയുമായിട്ട് അംഗക്കുറി നടത്തിയിട്ടോ അല്ലെ അമേരിക്കയുമായിട്ട് ഈ സൗഹൃദം സ്ഥാപിച്ചിട്ടോ രണ്ടുകൊണ്ടും കാര്യമില്ല. 5 മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ദിവസമെങ്കിലും പൂർണ്ണ രീതിയിൽ ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് അമേരിക്കയ്ക്കും അറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനികരെയും അവരുടെ സംവിധാനത്തെയും അവരുടെ ബേസുകളും അവർക്ക് തന്നെ സംരക്ഷിക്കാനാവാതിരിക്കെ എങ്ങനെയാണ് തങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇടപെടാൻ സാധിക്കുക എന്നാണ് UAE തന്നെ പല ഘട്ടങ്ങളിലായി ചോദിച്ചത്. ഈ വിഷയത്തിൽ കടുത്ത നിരാശയും കടുത്ത പ്രയാസവും അമേരിക്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും തങ്ങളുമായി ചർച്ച ചെയ്യാത്ത രീതിയിൽ ഇത്തരമൊരു പ്രവൃത്തി ചെയ്ത് ഉചിതമല്ല എന്ന് UAEയോട് അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. തങ്ങളുടെ സ്വതന്ത്രമായിരിക്കുന്ന പരിധിയാണിതെന്നും അതിൽ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളോ തങ്ങൾ തേടേണ്ട കാര്യമില്ല എന്ന് UAE മറുപടി നൽകുകയും ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ മുന്നോട്ട് വെക്കുന്ന വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്, ഞങ്ങൾ ആക്രമിക്കുന്നത് നിങ്ങളെയല്ല, അമേരിക്കയുടെ ബേസാണ്. നിങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ആവലാതിയെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. അമേരിക്കയുടെ സൈനിക സംവിധാനം അവിടെ നിന്ന് ഒഴിവാക്കുക. നിങ്ങൾ ഫ്രീ ആയി, നമ്മളും ഫ്രീ ആയി.
അതോട് കൂടി എന്തായി പെട്ടെന്ന് ഈ വിഷയങ്ങൾ അവസാനിക്കുകയും ചെയ്തു. ഇതിന് തയ്യാറാവാത്തതാണ് വലിയ പ്രശ്നം. അത് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. 5 മാസം കഴിഞ്ഞ ഈ യുദ്ധത്തിൽ എന്ത് നേട്ടമാണ് അമേരിക്കക്ക് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്നിട്ട് ആണ് അതിന് ഉത്തരം. ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം കൃത്യമായ രീതിയിൽ പാലിക്കാൻ വേണ്ടിയിട്ട് ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും അമേരിക്കയുടെ നിർമ്മിതമായിരിക്കുന്ന ആരോത്രി പോലെയുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിർമ്മിതമായിരിക്കുന്ന അയൺ ഡോം പോലെയുള്ള സംവിധാനമാണ്. ഈ സംവിധാനം പ്രതിരോധിക്കണമെങ്കിൽ തന്നെ ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ അമേരിക്ക കെട്ടിവെക്കണം. വെറുതെ സൗജന്യമൊന്നുമല്ല. അപ്പം നഷ്ടമാണുള്ളത്. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഈ ഗുണ്ടകളെ പോലെ അവൻ്റെ കാല് മുറിക്കണം ഇവൻ്റെ കാല് മുറിക്കണം ഒക്കെ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ. ആ തരത്തിൽ പണം കൊടുത്തുകൊണ്ട് ഈ അമേരിക്ക ഒരു ജോലി ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പണം നൽകിയിട്ടില്ലെങ്കിലും അവർ പ്രതിരോധിക്കാത്ത സമയത്ത് രാജ്യത്ത് വലിയ രീതിയിൽ നഷ്ടം വരും. ആ സമയം ഇറാൻ ഉപയോഗപ്പെടുത്തും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം നല്ലത് ഇറാനുമായിട്ട് ഉടക്കുന്നതല്ല, അമേരിക്കയുമായിട്ട് ഉടക്കിങ്ങോട്ട് അവരോട് ഘട്ടം ഘട്ടമായ രീതിയിൽ രാജ്യത്ത് പുറത്തു പോകാൻ പറയുന്നതാണ് ഏറ്റവും വലിയ ഉചിതം. അതിനെന്ത് ചെയ്യുക? അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് സഹകരിക്കുക. അങ്ങനെ ഇറാനുമായിട്ട് UAE പല ഘട്ടങ്ങളിലായി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടന്നു. ഇപ്പം നമ്മൾ ഇപ്പോൾ യുദ്ധം ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അമേരിക്ക ആക്രമിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നില്ല. അത് കൃത്യമാണ്, നമുക്കത് അറിയാവുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് നടത്തിയിരിക്കുന്ന ഒരു 15-20 ദിവസത്തോളം നിരന്തര ആക്രമണം എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. അത് കുവൈറ്റിനും ബഹ്റിനും നേരെ മാത്രമാണ്, UAEക്ക് നേരെയല്ല. ഒറ്റപ്പെട്ട ഏതെങ്കിലും ആക്രമണം UAEക്ക് നേരെ ഉണ്ടെങ്കിൽ മാത്രം. ലക്ഷ്യം കുവൈറ്റാണ്, ലക്ഷ്യം ബഹ്റിനാണ്. വലിയ നഷ്ടങ്ങളും ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളത് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അന്ന് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് UAE ആക്രമിക്കുന്നില്ല എന്ന്. അതിൻ്റെ കുറച്ച് മുമ്പ്, ഒരു മാസം മുമ്പ് നോക്കുകയാണെങ്കിൽ നിരന്തരം UAEക്ക് നേരെ മാത്രമേ ആക്രമണം നടന്നിട്ടുള്ളൂ, മറ്റു രാജ്യത്തിന് നേരെ ആക്രമണം നടന്നിട്ടില്ല എന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ UAE പറയുന്നത് കൃത്യമാണ്. തങ്ങൾക്ക് തങ്ങളുടെ രാജ്യവും രാജ്യത്തിലെ ജനങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും മറ്റു ലോക രാജ്യങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ സംരക്ഷണവും തങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി മാത്രമുള്ള ഒരു പരിശ്രമമാണ് തങ്ങൾ നടത്തുന്നത്. അതിന് അമേരിക്കയുടെ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിത് അവസാനിപ്പിക്കുന്നത് എന്ന് ചുരുക്കം.